श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधरा श्रीवासादि गौर भक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं युगमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 14-ാമത്തെ അധ്യായം ഭൗതിക ലോകം ആസ്വാദനത്തിന്റെ മഹാവനം എന്ന നിലയിൽ ശ്ലോകം 27 മുതൽ 29 വരെ വായിക്കാം. അധ്വനി അമുഷ്മിൻ ഇമം ഉപസർഗാസ്തഥാ സുഖദുഃഖരാഗദ്വേഷ ഭയാഭിമാന പ്രമാദോന്മാദ ശോകമോഹലോഭ മാത്സര്യ ഈർഷാപമാന ചുത്പിപാസാധി വ്യാധി ജന്മ ജരാമരണാദയഃ. ക്വാപി ദേവമായയാ സ്ത്രിയാ ഭുജലതോ ബഗൂഢഃ പ്രസക്ന വിവേക വിജ്ഞാനോ യദ്വിഹാരഗൃഹാരംഭാകുല ഹൃദയസ്തദാശ്രയാവസക്ത സുതാ ദുഹിതൃ കളത്രഭാഷിതാവലോക വിജേഷ്ഠിതാപഹൃത ഹൃദയ ആത്മാനമജിതാത്മാപാരേ അന്ധേ ആത്മാനമജിതാ അപാരേ അന്ധേ തമസി പ്രഹിണോതി. കഥാചിദീശ്വരസ്യ ഭഗവതോ വിഷ്ണോശ്ചക്രാത് പരമാണാദി ദ്വിപരാർദ്ധ അപവർഗകാലോപലക്ഷണാത് പരിവർത്തിതേന വയസാരംഹസാഹരത ആബ്രഹ്മതൃണസ്തംഭാദീനാം ഭൂതാനാം അനിമിഷതോ മിഷതാം വിത്രസ്തഹൃദയസ്തമേവേശ്വരം കാലചക്രനിജായുധം സാക്ഷാത് ഭഗവന്തം യജ്ഞപുരുഷം അനാദൃത്യ പാഖണ്ഡദേവതാഃ കങ്കഗൃധേ ഭഗവട പ്രായ ആര്യസമയപരിഹൃത സാങ്കേത്യേനാഭിദത്തേ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. രമാഭായി മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 5 അധ്യായം 14 ഭൗതിക ലോകം ആസ്വാദനത്തിന്റെ മഹാവനം എന്ന നിലയിൽ. ഹരേ കൃഷ്ണ. ശ്ലോകം 27. അധ്വനി അമൂഷ്മിൻ ഉപസർഗാസ്തദാ സുഖദുഃഖരാഗദ്വേഷ ഭയാഭിമാന പ്രമാദോ ഉന്മാദ ശോകമോഹലോഭമാത്സര്യ ഈർഷ്യ അവമാന ക്ഷുത്പിപാസ ആദിവ്യാധി ജന്മജരാ മരണാദയാഃ. വിവർത്തനം.
ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ ഭൗതിക ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളുണ്ട്. അവയെല്ലാം അതിജീവിക്കാൻ കഴിയാത്തവയുമാണ്. അതിനു പുറമെ സന്തോഷം, ദുഃഖം, സ്നേഹം, വെറുപ്പ്, ഭയം, മിഥ്യാഹങ്കാരം, വ്യാമോഹം, ഭ്രാന്ത്, വിഷാദം, സംഭ്രമം, ദുരാഗ്രഹം, അസൂയ, ശത്രുത, അപമാനം, വിശപ്പ്, ദാഹം, പീഡനം, രോഗം, ജന്മം, വാർദ്ധക്യം, മരണം എന്നിവകളിൽ നിന്നുത്ഭവിക്കുന്ന പ്രയാസങ്ങളുമുണ്ട്. ഇവയെല്ലാം സംയോജിച്ച് ഭൗതികവാദിയായ ബദ്ധാത്മാവിന് ദുഃഖമല്ലാതെ മറ്റൊന്നും നൽകുന്നില്ല. ഹരേ കൃഷ്ണ. ശ്ലോകം 28. ക്വാപി ദേവമായയാ സ്ത്രിയാ ഭുജലദോ ഉപഗൂഢഃ പ്രസ്കന്ന വിവേക വിജ്ഞാനോ യദ്വിഹാര ഗൃഹാരംഭ ആകുല ഹൃദയസ്തദാശ്രയ അവസക്തസുത ദുഹിദ്ര കളത്ര ഭാഷിത അവലോക വിചേഷ്ടിത അപഹൃത ഹൃദയ ആത്മാന അജിത ആത്മാ അപാരേ അന്തേ തമസി പ്രഹിണോതി. വിവർത്തനം. മായയുടെ മൂർത്തരൂപത്താൽ അവന്റെ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്ത് ആകൃഷ്ടനാകുന്ന ബദ്ധാത്മാവ്. മായയുടെ മൂർത്തരൂപത്താൽ ആകൃഷ്ടനാകുന്ന ബദ്ധാത്മാവ് ചിലപ്പോൾ ഒരു സ്ത്രീയാൽ ആലിംഗനം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കും. അപ്രകാരം അവനെ അവന്റെ ബുദ്ധിയും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും നഷ്ടപ്പെടും. ആ സമയത്ത് ആത്മീക അഭിവൃദ്ധിക്ക് മുതിരാതെ ഭാര്യയോട് അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തിനോട് അമിതാസക്തനാകുന്ന അവൻ അവളെ പാർപ്പിക്കാൻ ഉചിതമായ ഒരു പാർപ്പിടം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ആ വീടിന്റെ ആശ്രയത്തിൽ വീണ്ടും വളരെ തിരക്കുള്ളവനായി മാറുന്ന അവൻ അവന്റെ ഭാര്യയുടെയും സന്താനങ്ങളുടെയും സംഭാഷണങ്ങളാലും കടാക്ഷങ്ങളാലും പ്രവൃത്തികളാലും വശീകരിക്കപ്പെടുന്നു. അപ്രകാരം അവന്റെ കൃഷ്ണാവബോധം നഷ്ടപ്പെടുകയും അവൻ സ്വയം ഭൗതിക അസ്തിത്വത്തിന്റെ നിബിഡാന്തകാരത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 29. കദാചിത് ഈശ്വരസ്യ ഭഗവതോ വിഷ്ണോശ്ചക്രാത് പരമാണ്വാദി ദ്വിപരാർദ്ധ അപവർഗ കാല ഉപലക്ഷണാത് പരിവർത്തിതേന വയസാരം ഹസാഹരദ ആ ബ്രഹ്മ തൃണസ്തംഭാദീനാം ഭൂതാനാം അനിമിഷദോ മിഷദാം വിത്രസ്ത ഹൃദയസ്ഥം ഏവ ഈശ്വരം കാലചക്രനിജായുധം സാക്ഷാത് ഭഗവന്തം യജ്ഞപുരുഷം അനാവൃത്യ പാഖണ്ഡദേവതാ കങ്ക ഗൃദേ ഭഗവടപ്രായ ആര്യ സമയ പരിഹൃദാഃ സാങ്കേത്യന അഭിദത്തേ. വിവർത്തനം. കൃഷ്ണ ഭഗവാൻ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം ചക്രം ഹരിചക്രം, ഹരിയുടെ ചക്രം എന്ന് വിളിക്കപ്പെടുന്നു. കാലത്തിന്റെ ചക്രമാണിത്. ബ്രഹ്മാവിന്റെ മൃത്യുവിന്റെ സമയത്ത് നിന്ന് ആരംഭിച്ച് വികസിക്കുന്ന ഇത് എല്ലാ പ്രവർത്തികളെയും നിയന്ത്രിക്കുന്നു. എല്ലായ്പ്പോഴും ചുറ്റിത്തിരിയുന്ന ഇത് ബ്രഹ്മദേവൻ മുതൽ നിസാര പുൽക്കൊടി വരെയുള്ള ജീവസത്തകളുടെ ജീവിതങ്ങൾ ക്ഷയിപ്പിക്കുന്നു. അപ്രകാരം ഒരുവൻ ശൈശവത്തിൽ നിന്ന് ബാല്യ, കൗമാര, യൗവനങ്ങളിലേക്കും വാർദ്ധക്യത്തിലേക്കും ജീവിതത്തിന്റെ അന്ത്യത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു. കാലത്തിന്റെ ഈ ചക്രത്തെ തടയുക അസാധ്യമാണ്. ഈ ചക്രം വളരെ കൃത്യതയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സ്വന്തം ആയുധമാണ്. ചില സമയത്ത് മരണത്തിന്റെ ആഗമനത്തെ ഭയപ്പെടുന്ന ബദ്ധാത്മാവ് ആസന്നമാകുന്ന ആപത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിയുന്ന ആരെയെങ്കിലും ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴും ഒരിക്കലും തളരാത്ത കാലഘടകം ആയുധമായുള്ള പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അവൻ ഗൗനിക്കുന്നില്ല. അതിനു പകരം ബദ്ധാത്മാവ് അനധികൃത ശാസ്ത്രങ്ങളിൽ വിവരിച്ചിട്ടുള്ള മനുഷ്യനിർമ്മിത ദൈവത്തെ ശരണം പ്രാപിക്കുന്നു. അത്തരം ദൈവങ്ങൾ ശവന്തീനി പക്ഷികളെയും കഴുകന്മാരെയും കൊക്കുകളെയും കാക്കകളെയും പോലെയാണ്. ഒരു സിംഹത്തിന്റെ ആക്രമണം പോലെയാണ് തലയ്ക്ക് മീതെ തൂങ്ങുന്ന മരണം.
കഴുകന്മാർക്കും ശവന്തീനി പക്ഷികൾക്കും കാക്കകൾക്കും അത്തരമൊരാക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനാവില്ല. മനുഷ്യനിർമ്മിതരായ അനധികൃത ദൈവങ്ങളെ ശരണം പ്രാപിക്കുന്ന ഒരുവനും മരണത്തിന്റെ കുരുക്കുകളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രമാഭായ് മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ശുകദേവ് ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ജഡഭരതൻ രഘുഗണ രാജാവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ജീവന്റെ ഈ ഭൗതിക ലോകത്തിലെ യഥാർത്ഥ അവസ്ഥകൾ വിവരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ജീവന് തീർച്ചയായിട്ടും ഈ ഭൗതിക ലോകത്തിൽ ത്രിവിധ ക്ലേശങ്ങൾ, ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന് പറഞ്ഞ് ത്രിവിധ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷെ അതെല്ലാം അനുഭവിക്കുമ്പോഴും ആ ജീവാത്മാവ് തൻ്റെ മാനം കൊണ്ട്, തൻ്റെ മിഥ്യ അഭിമാനം കൊണ്ട് ഞാൻ ഇവിടെ സുഖിച്ചു ജീവിക്കുന്നു, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് അഭിനയിക്കേണ്ടി വരും. ഉള്ളിൽ അവന് വലിയ സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൻ മിഥ്യാഹങ്കാരം കൊണ്ട് പുറത്തു പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഘർഷാവസ്ഥയിലാണ് ഈ ജീവൻ ഭൗതിക ലോകത്ത് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ ശ്ലോകത്തിൽ 27ാമത്തെ ശ്ലോകത്തിൽ മുഴുവൻ ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖദുഃഖങ്ങളുടെ ഒരു ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ദുഃഖത്തിനാണ് കൂടുതൽ പ്രാമുഖ്യം, ദുഃഖം തന്നെയാണ് അധികവും എന്നാണ് ശുകദേവ് ബ്രഹ്മർഷി പറയുന്നത്. ഒരു ജീവൻ ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് സ്വതന്ത്രമായിട്ട് ആസ്വദിക്കാം, ഇന്ദ്രിയ സുഖങ്ങളൊക്കെ ആസ്വദിക്കാം എന്ന് പ്രതീക്ഷിച്ചാണ് വരുന്നത്. പക്ഷേ അവന്റെ ജീവിതകാലം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ, സുഖങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അധികവും 99% ദുഃഖം തന്നെയാണ് എന്നാണ് ശുകദേവ് ബ്രഹ്മർഷിയുടെ കണക്ക് കൂട്ടി പറയുന്നത്. അപ്പോൾ ഒരു ജീവൻ അവന്റെ ജനനം മുതൽ മരണം വരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ അനുഭവങ്ങൾ പ്രധാനമായിട്ടും ദുഃഖത്തിന് മുൻതൂക്കമുള്ള അനുഭവങ്ങളാണ്. അത് ശുകദേവ് ബ്രഹ്മർഷി എടുത്തു പറയുന്നുണ്ട്. ജനനം മുതൽ ഒരു ജീവൻ സന്തോഷം, ദുഃഖം, സ്നേഹം, വെറുപ്പ്, ഭയം, മിഥ്യാഹങ്കാരം, വ്യാമോഹം, ഭ്രാന്ത്, വിഷാദം, സംഭ്രമം, ദുരാഗ്രഹം, അസൂയ, ശത്രുത, അപമാനം, വിശപ്പ്, ദാഹം, പീഡനം, രോഗം, ജന്മം, വാർദ്ധക്യം, മരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അനുഭവിക്കുന്നത്. ഇതിൽ അധികവും അനുഭവങ്ങൾ ജീവാത്മാവിന് ഇഷ്ടമില്ലാത്ത അനുഭവങ്ങളാണ്. ഇഷ്ടമില്ലാത്ത അനുഭവങ്ങളെയാണ് ദുഃഖം എന്ന് പറയുന്നത്. എനിക്ക് ഇത് ആഗ്രഹമില്ല, എന്നിട്ടും അത് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്, ദുഃഖം തരുന്ന കാര്യങ്ങളാണ് അധികവും ഈ ലോകത്തിൽ അവന് അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നു എന്നാണ്. പക്ഷെ ദുഷ്കൃതികളായിട്ടുള്ള ആളുകൾ ഒരിക്കലും അത് മനസ്സിലാക്കുന്നില്ല എന്നും ഗീതയിൽ ഭഗവാൻ പറയുന്നു. അത് മനസ്സിലാക്കി ഭഗവാനെ ശരണം പ്രാപിക്കുന്നവരെ ഭഗവാൻ സുകൃതികൾ എന്നാണ് പറയുന്നത്. സുകൃതികൾ ഈ ലോകത്തിന്റെ ദുഃഖം മനസ്സിലാക്കി എന്നെ ശരണം പ്രാപിക്കുന്നു. അർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷമ ചതുർവിധ ഭജന്തേ മാം ജനാ സുകൃതിനോർജുന എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭൗതിക ലോകത്തിന്റെ ദുഃഖം മനസ്സിലാക്കി ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർ സുകൃതികളാണെന്നും ഇത്രയും ദുഃഖങ്ങളെല്ലാം അനുഭവിച്ചിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കാത്തവർ ദുഷ്കൃതികളാണെന്നും ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ശീലപ്രഭാതര ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ മായയാ അപഹൃതജ്ഞാന ആസുരം ഭാവം ആശ്രിത. മായാശക്തി കൊണ്ട് ഒരു വ്യക്തിക്ക് ഇവിടെ അനുഭവിക്കുന്നത് ദുഃഖമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവൻ ശരണം പ്രാപിക്കേണ്ടത് ഭഗവാനെയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും.
അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിക്കാത്തത് കൊണ്ട് അവൻ ജന്മജന്മാന്തരങ്ങളോളം വീണ്ടും വീണ്ടും ആസുരികമായിട്ടുള്ള ശരീരങ്ങളിലേക്ക് തന്നെ പോകേണ്ടി വരും എന്ന് പറയും. അപ്രാപ്യമാം നിവർത്തന്റെ മൃത്യു സംസാര വർമ്മനി. ഭഗവാനെ ശരണം പ്രാപിക്കാത്തവർ വീണ്ടും വീണ്ടും പുതിയ പുതിയ ജന്മങ്ങൾ, ആസുരികമായിട്ടുള്ള ശരീരങ്ങളിലേക്കാണ് ദേഹാന്തരപ്രാപ്തി നടത്തുന്നത് എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ മായാശക്തിയുടെ ഉറവിടം എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. മായയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം എന്താണ്? അത് സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയുമാണ് എന്ന് പറയും. സ്ത്രീക്ക് പുരുഷ രൂപവും പുരുഷന് സ്ത്രീ രൂപവുമാണ് മായയായിട്ട് ഇരിക്കുന്നത് എന്ന് പറയും. സ്ത്രീയും പുരുഷനും തമ്മിൽ ആകർഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ ഒരു മായാശക്തി കൊണ്ട് ആകർഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ബന്ധിതമാകും. പിന്നീട് അവരുടെ ഹൃദയത്തിൽ അവർ മുഴുവൻ സമയം ചിന്തിക്കുന്നത്, ആ പുരുഷൻ ചിന്തിക്കുന്നത് സ്ത്രീയെക്കുറിച്ചും സ്ത്രീ ചിന്തിക്കുന്നത് പുരുഷനെ കുറിച്ചുമായിരിക്കുമെന്ന് പറയും. ഒരു ജീവൻ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് ഭഗവാനെ കുറിച്ചാണ്. ഭഗവാൻ പറയുന്നു, മന്മന, നീ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് എന്നെ കുറിച്ചാണ്. പക്ഷേ ആ ഭഗവാനെ മറന്ന് സ്മൃതിഭ്രംശ, ഈ ഒരു സ്ത്രീ പുരുഷ ആകർഷണം കൊണ്ട് ആ ഒരു ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു. ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശം. ആ ബുദ്ധിനാശത്തിന്റെ അവസ്ഥയിൽ ആ പുരുഷൻ മുഴുവൻ സമയം ചിന്തിക്കുന്നത് ആ സ്ത്രീ രൂപത്തെ കുറിച്ചായിരിക്കും. സ്ത്രീ മുഴുവൻ സമയം ചിന്തിക്കുന്നത് ആ പുരുഷ രൂപത്തെ കുറിച്ചായിരിക്കും. അങ്ങനെ ഹൃദയഗ്രന്ഥി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഹൃദയങ്ങൾ തമ്മിൽ കെട്ടിയിടപ്പെടും. ഭഗവാനുമായിട്ട് ബന്ധിക്കേണ്ട ഹൃദയം ഭൗതികമായിട്ടുള്ള ശരീരങ്ങളുമായി കെട്ടിയിടപ്പെടും. അതിനുശേഷം ഒരു വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഈ സ്ത്രീ പുരുഷ ആകർഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവർ പ്ലാൻ ചെയ്യുന്നത്? അവരുടെ പദ്ധതി എന്താണ്? അത് ഗൃഹക്ഷേത്ര സുതാപ്ത വിത്തയർ എന്ന് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. അത് ഗൃഹക്ഷേത്ര സുത ആപ്ത വിത്തൈ, ഇങ്ങനെയാണ് പ്ലാനുകൾ ഉണ്ടാവുക. ആദ്യം ഗൃഹം വേണം, നമ്മൾക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരു വീട് വേണം, ഒരു താമസ സൗകര്യം വേണം. അതിനുവേണ്ടി അവർ പരതി നടക്കും. ഗൃഹക്ഷേത്രം, പിന്നെ നമ്മൾക്ക് ബിസിനസ് ചെയ്യാൻ ഒരു കട വേണം, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങണം, അല്ല അവിടെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. ഗൃഹക്ഷേത്ര സുതം, പിന്നെ മക്കൾ വേണം. നമ്മൾക്ക് ആ വീട്ടിൽ നല്ല സന്തോഷം തിരതല്ലുന്നതിന് വേണ്ടി മക്കൾ വേണം. സുത ആപ്ത, പിന്നെ നമ്മൾക്ക് സമൂഹത്തിൽ മാന്യമായിട്ടുള്ള സ്ഥാനം ലഭിക്കുന്നതിന് നമ്മൾക്ക് സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടായിരിക്കണം. നമ്മൾക്ക് സമൂഹത്തിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകണം. സമൂഹത്തിൽ എല്ലാവരും നമ്മളെ മാനിക്കണം. അതിന് നല്ല റിലേഷൻ നമ്മൾ എല്ലാവരുമായിട്ട് സ്ഥാപിക്കണം. ഇതാണ് ആപ്തം. വിത്ത്, ഇതിനെല്ലാം എന്ത് വേണം? വിത്തം വേണം, ധനം വേണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്ന് പറഞ്ഞ് രാപ്പകൽ അവര് അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നു. അവരുടെ ഊർജവും സമയം എല്ലാം ചെലവഴിക്കുന്നു. ഇതാണ് ആ ഭൗതികമായിട്ടുള്ള കെട്ട് അല്ലെങ്കിൽ മായാശക്തിയുടെ പ്ലാനിൽ ജീവാത്മാക്കൾ കുരുങ്ങിപ്പോകുന്നതിന്റെ ആ ഒരു ശ്രേണി ഭാഗവതത്തിൽ പറയുന്നത്. അത് ഗൃഹക്ഷേത്ര സുധാപ്ത വിത്തേ എന്ന് പറയും. അങ്ങനെ അവൻ മായാശക്തിയാൽ വശീകരിക്കപ്പെട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിന് മറന്നു പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ചില സമയത്ത് അവൻ യാഥാർത്ഥ്യം മനസ്സിലാക്കും. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ആരാണ്? ആ ഭഗവാന്റെ കാലചക്രമാണ് എന്നാണ് പറയുന്നത്. ഭഗവാന്റെ കാലചക്രം ആരെയും വെറുതെ വിടുന്നില്ല. ഭഗവാന്റെ കാലചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് ആരുമില്ല. കാരണം ഭൗതിക ലോകത്തിൽ ജനിച്ച എല്ലാവർക്കും പ്രായമാകും. എല്ലാവരും കൗമാരം, യൗവനം, ജര. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും യൗവനത്തിൽ നിന്ന് ജരയിലേക്കും പോകും. അതിൽ നിന്ന് ആരും രക്ഷപ്പെടുന്നില്ല. ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള എല്ലാ ജീവികളും ഈ ഒരു കാലചക്രത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിന് പോലും പ്രായമാകും, വയസ്സാകും. ബ്രഹ്മാവും മരിക്കും, അല്ലെ? ആ ബ്രഹ്മഭുവനാലോക എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നത്. ബ്രഹ്മാവ് മുതൽ പാതാളത്തിലുള്ള ജീവി വരെ എല്ലാവർക്കും പ്രായമാകും, എല്ലാവർക്കും അസുഖങ്ങൾ വരും, എല്ലാവരും മരിക്കുകയും ചെയ്യും എന്ന് പറയും. അപ്പോൾ ആ കാലചക്രത്തെ ഭയന്ന്, എനിക്ക് പ്രായമാകുന്നു, എനിക്ക് അസുഖങ്ങൾ വരുന്നു, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നൊക്കെ ഭയന്ന്, ചിലപ്പോൾ ഭയപ്പെട്ട് ചിലപ്പോൾ ആളുകൾ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റു പലരെയും ആശ്രയിക്കാറുണ്ട്.
യഥാർത്ഥത്തിൽ അവർ ഭഗവാനെയാണ് ശരണം പ്രാപിക്കേണ്ടിയിരുന്നത്. ഭഗവാനെ ശരണം പ്രാപിച്ചിരുന്നെങ്കിൽ അവർ ആ മായയുടെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമായിരുന്നു. പക്ഷെ അതിനു പകരം അവർ മറ്റു പലരെയുമാണ് ഈ ഒരു കാലചക്രത്തിനെ ഭയന്ന്, തനിക്കുണ്ടാകുന്ന ദുരനുഭവങ്ങളെ ഭയന്ന് മറ്റു പലതിനെയുമാണ് ശരണം പ്രാപിക്കുന്നത് എന്ന് പറയും. ചിലപ്പോൾ അവർ ആൾദൈവങ്ങൾ എന്ന് പറയുന്ന ആളുകളെ ശരണം പ്രാപിക്കും. സമൂഹത്തിൽ ആൾദൈവങ്ങൾ, ഞാൻ അവതാരമാണ്, അല്ലെങ്കിൽ ഞാൻ ഗുരുവാണ്, അല്ലെങ്കിൽ ഞാൻ പ്രത്യേക സിദ്ധിയുള്ള ആളാണ്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എനിക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെ, എന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് പല ആളുകളും സമൂഹത്തിൽ ഇരിക്കുന്നുണ്ടാവും. ആൾദൈവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് പറയാത്ത സന്യാസിമാരായിരിക്കാം, ഗുരുക്കന്മാരുടെ പേരിൽ ഇരിക്കുന്ന ആളുകളായിരിക്കാം. അവർ ഒരിക്കലും ഭഗവാനിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നില്ല. എന്നിട്ടും അവർ സന്യാസിമാരായിട്ടും ഗുരുക്കന്മാരായിട്ടും ഇരിക്കും. ഒരു സന്യാസിയുടെയും ഗുരുവിന്റെയും യഥാർത്ഥ ധർമ്മം ഭഗവാനിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ ഭഗവാനെ ശരണം പ്രാപിക്കാം എന്നാണ് ഒരു ഗുരുവും ഒരു സന്യാസിയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അതൊന്നും ചെയ്യാതെ ഭഗവാനിൽ വിശ്വാസം പോലും ഇല്ലാത്ത സന്യാസിമാരും ഗുരുക്കന്മാരുമാണ് സമൂഹത്തിൽ ഇരിക്കുന്നത്. അങ്ങനെയുള്ളവരെ അവർ ശരണം പ്രാപിച്ച് വീണ്ടും അവരുടെ ജീവിതം അപകടത്തിലാക്കുന്നു എന്നാണ് പറയുന്നത്. ആ കാലചക്രമാകുന്ന സിംഹം, ആ സിംഹത്തിന്റെ ഗർജനം, മരണത്തിന്റെ ഗർജനം ഭയന്നാണ് എല്ലാവരും ശരണം പ്രാപിക്കുന്നത്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ആൾദൈവങ്ങളെയും അവതാരങ്ങളെയും കള്ളസന്യാസിമാരെയും വ്യാജ ഗുരുക്കന്മാരെയും ഒക്കെയാണ് ശരണം പ്രാപിക്കുന്നത്. അവരും ഭഗവാനിലേക്കുള്ള വഴി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കള്ളസന്യാസിമാരെയും അവതാരങ്ങളെയും ഒക്കെ ആൾദൈവങ്ങളെയും ഒക്കെ ഇവിടെ ഭാഗവതത്തിൽ പറയുന്നത് എന്താണ് പറയുന്നത്? കങ്കഗൃധ ഭഗ അടപ്രായ എന്നാണ് പറയുന്നത്. കങ്ക, അവർ ശവന്തീനി പക്ഷികളാണ് എന്നാണ് പറയുന്നത്. ശവന്തീനി പക്ഷികളാണ് അവർ, കഴുകന്മാരാണ്. ഗൃധ ഭഗ കൊക്കുകളാണ്, അടപ്രായ കാക്കകളാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ശവന്തീനി പക്ഷികളാണ് അവരെല്ലാവരും. അവർക്കൊന്നും നമ്മളെ ഒരിക്കലും രക്ഷിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ വിഡ്ഢികളായിട്ടുള്ള ജനങ്ങൾ അവരെ തന്നെ പോയിട്ട് ശരണം പ്രാപിക്കും. അവർ ഭഗവാനിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നുണ്ടോ? യഥാർത്ഥത്തിലുള്ള ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിനുള്ള വഴികൾ അവർ പറഞ്ഞു തരുന്നുണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കാതെ ആളുകൾ അവരുടെ വാഗ്ജാലത്തിൽ മയങ്ങി അവരുടെ ശിഷ്യന്മാരായിട്ട് നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കഴുകന്മാരുടെ ശിഷ്യന്മാരായ അവർ വീണ്ടും അവരുടെ ജീവിതത്തിനെ അപായപ്പെടുത്തുന്നു. വീണ്ടും അവർക്ക് ഈ ഭൗതിക ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ പോകുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ശരണം പ്രാപിക്കേണ്ടത് ഭഗവാനെ തന്നെയാണ്. മാമേകം ശരണം വ്രജ എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നെ മാത്രം ശരണം പ്രാപിക്കണം എന്ന് ഭഗവാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ മായാശക്തിയിൽ നിന്നൊരു വ്യക്തിക്ക് രക്ഷപ്പെടാനും സാധിക്കും എന്ന് പറയും. ദൈവീ ഹേഷ ഗുണമയി മമ മായാ ദുരത്തേയ മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തികയും. പക്ഷെ ആരും അതിനുള്ള വഴി കാണിച്ചു കൊടുക്കാതെ ഇരിക്കുകയും ആളുകൾ ഇങ്ങനെയുള്ള കഴുകന്മാരുടെ പുറകെ പോവുകയും ചെയ്ത സമയത്ത് ഭഗവാൻ തന്നെ അവതരിച്ച് എങ്ങനെയാണ് ഭഗവാനെ ശരണം പ്രാപിക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഭഗവാൻ അവതരിച്ചു. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ നമ്മൾക്ക് ഭഗവാനെ ശരണം പ്രാപിക്കാം എന്നും ചൈതന്യ മഹാപ്രഭു കാണിച്ചു തന്നു. കലിയുഗത്തിൽ വളരെ ലളിതമായിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇങ്ങനെ ജപിക്കുന്നതിലൂടെ വളരെ ലളിതമായിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കാൻ സാധിക്കുമെന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തരാം. അപ്പോൾ ഒരു വ്യക്തി ആരെങ്കിലും ശരണം പ്രാപിക്കുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രാനുസൃതമായിരിക്കണം, ശാസ്ത്രമനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വ്യക്തിയായിരിക്കണം എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട്. അല്ലാത്ത ആളുകൾ വീണ്ടും അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് ശുകദേവ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച്, വഞ്ചിക്കുന്നവരെ കുറിച്ച് വീണ്ടും വിശദീകരിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജപിച്ചോളൂ മാതാജി.
ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ